ഇപ്പൊ യു എയിലുള്ള പല മേഖലയിലുള്ള ആളുകളും ഫാമിലികളും നേരിടുന്ന പ്രധാന കാര്യമാണ് അഡ്മിനിസ്ട്രേഷൻ ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ. അതെ. ഇന്നാൾ ഇതേപോലെ എന്റെ ഒരു ഫ്രണ്ട് വിസിറ്റിംഗിന് വന്നിരുന്നു. ഓള് വന്ന് 2 ദിവസമായപ്പോഴത്തേക്കും ഓൾക്ക് ജോബ് സെറ്റ് ആയ ഒരു കമ്പനിയിൽ എമർജൻസി ഹയറിംഗ് ആയിരുന്നു. പക്ഷെ ഓൾക്ക് ഓളുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് അല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ ജോബ് തന്നെ നഷ്ടപ്പെട്ടു. സർട്ടിഫിക്കറ്റ് ഒന്നും അഡ്ജസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ സീൻ തന്നെയാണ് അല്ലെ. ഇപ്പൊ ഈ നോക്ക്, കുട്ടികൾക്ക് വിസ അടിക്കണം എന്നുണ്ടെങ്കിൽ ബർത്ത് അറ്റസ്റ്റേഷൻ ചെയ്യണം. അതല്ലാണ്ട് ഒരു സ്കൂൾ വിസ അടിക്കണം എന്നുണ്ടെങ്കിൽ TC അറ്റസ്റ്റേഷൻ ചെയ്യണം. ഇതൊക്കെ പോട്ടെ, ഒരു ഹൈ പൊസിഷൻ ജോബ് വിസ അടിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണം. ഇപ്പൊ നോർമലി ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ എത്ര ചെലവ് വരുന്നുണ്ട്? പലയിടത്തും പല റേറ്റ് ആണ്. ഞാനിപ്പോ ലാസ്റ്റ് എന്റെ കസിൻ ബ്രദറിന് ഇതേമാതിരി അറ്റസ്റ്റ് ചെയ്തത് കിസിസിലുള്ള ബീസോൺ ബിസിനസ് സർവീസസ് എന്ന് പറഞ്ഞ കമ്പനിന്നാണ്. അവര് പ്ലസ് എന്താണെന്ന് വെച്ചാൽ നല്ല സ്പീഡും നല്ല സർവീസുമാണ്. ഞാനിപ്പോ ബാക്കിയുള്ള സ്ഥാപനങ്ങളിൽ പോയി റേറ്റ് എടുത്താണ്. അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അഫോർഡബിൾ പ്രൈസിനാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇവർ ചെയ്തു തരുന്നത്. അത് ശരി, നമ്മളിപ്പോ നോർമൽ ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ട്രാൻസ്ലേഷൻ കോപ്പി നമ്മൾ വേറെ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. ബീസോണിന് അറ്റസ്റ്റ് ചെയ്യുമ്പോൾ ഈ ട്രാൻസ്ലേഷൻ കോപ്പി ഇവർ ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ലാഭമല്ലോ. അതെ.